ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ലെഫ്റ്റ് ഹാൻഡ് പേസർമാരെ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. അതിലൊരു വിരോധാഭാസം ഉണ്ട് അസരങ്കയുടെ കാര്യത്തില്. അസരങ്കയാണ് ഏറ്റവും കൂടുതൽ സഞ്ജു സാംസനെ വീഴ്ത്തിയിരിക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരിൽ നിന്ന് രാജസ്ഥാനിലേക്ക് റാഞ്ചുന്ന സമയത്ത് സഞ്ജുവിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണോ രാജസ്ഥാൻ അത് ചെയ്യുന്നത്? ധോണി എത്ര സീസൺ കൂടി കളിക്കുന്ന പ്രതീക്ഷിക്കുന്നത് അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ആക്ച്വലി. 2025 IPL മുൻപാണ് മെഗാ ഓപ്ഷൻ നടക്കുന്നത്. അതെ. അപ്പോൾ വലിയൊരു ഷിഫ്റ്റാണ് പല ടീമുകളും അങ്ങോട്ടും ഇങ്ങോട്ടും നടത്തിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ അതിൽ നേട്ടം ഉണ്ടാക്കിയ താരം ഋഷഭ് പന്ത് ആയിരിക്കും. ലക്നൗ സൂപ്പർ ജയൻസിലേക്ക് പോകുന്ന ഋഷഭ് പന്ത്. അപ്പോൾ അവരുടെ ക്യാപ്റ്റനായിട്ടുള്ള KL രാഹുലിനെ മാറ്റി ഋഷഭ് പന്തിനെ ആ പൊസിഷനിലേക്ക് കൊണ്ടുവരുന്ന സമയത്ത് ഡൽഹിയിലും അല്ലെങ്കിൽ IPL ചരിത്രത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ പൈസ വാങ്ങിക്കുന്ന താരമാണ് ഇപ്പോൾ ഋഷഭ് പന്ത്. അതെ. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മുടെ ശ്രേയസ് അയ്യരുടെ കാര്യമാണ്. ഏറ്റവും വില താരം. അത് മേഘാലയത്തിൽ ആദ്യം റെക്കോർഡ് ഇട്ടത് ഏറ്റവും ഹയസ്റ്റ് IPL തന്നെ ഏറ്റവും ഉയർന്ന പ്രതിഫലം വാങ്ങുന്ന താരമായിട്ട് മാറി ശ്രേയസ് അയ്യർ റെക്കോർഡ് ഇട്ടതിന് ശേഷമാണ് തൊട്ടടുത്ത മണിക്കൂറിൽ ഋഷഭ് പന്ത് തകർക്കുന്നത്. അപ്പം ശ്രേയസ് അയ്യരെ സംബന്ധിച്ച് അദ്ദേഹം കൊൽക്കത്തയുടെ നായകനായിരുന്നു. ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ മുംബൈയുടെ നായകനാണ്. അപ്പോൾ ഈ റീസെൻ്റ്ലി നേടിയ വിജയ് ഹസാരെ, സയ്യിദ് മുഷ്താഖ് അലി, പിന്നെ ദുലീപ് ട്രോഫി തുടങ്ങിയ എല്ലാ ഡൊമസ്റ്റിക് മത്സരങ്ങളിലും മുംബൈയുടെ ഒരു ആധിപത്യം, സമഗ്രാധിപത്യം, പാരമ്പര്യം നിലനിർത്തി പോരുന്ന ഒരു കാഴ്ചയാണ് ഒരു പ്രധാനപ്പെട്ട ഘടകം. BCCIയുടെ കരാറിൽ നിന്ന് ഇല്ലാത്ത പുറത്താക്കപ്പെട്ട ഒരു താരമാണ് ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ കഴിവ് തെളിയിക്കുന്നത്. അതുമാത്രമല്ല, എനിക്ക് തോന്നുന്നു BCCIയുടെ കരാറിൽ നിന്ന് പുറത്താക്കപ്പെട്ടിട്ടും ഇന്ത്യൻ ടീമിലേക്ക് തിരിച്ചുവരവ് നടത്തിയ ഒരു താരം കൂടിയാണ് ഗംഭീറിന്റെ വരവോടെ അതിനുശേഷം. അതില് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനും പങ്കുണ്ടെന്ന് വിശ്വസിക്കുന്നു. സൂര്യകുമാർ യാദവിനെ പറഞ്ഞ പോലെ തന്നെ ഭാവിയിൽ ഇന്ത്യൻ ടീമിന്റെ എല്ലാ ഫോർമാറ്റിലും നായകനാക്കാൻ പറ്റുന്ന ഒരു പൊട്ടൻഷ്യൽ താരമാണ് ശ്രേയസ് അയ്യർ. ഇതിലെ ഈ IPL മെഗാ ഓപ്ഷനിലെ ഏറ്റവും രസമുള്ള പിക്ക് അല്ലെങ്കിൽ ഏറ്റവും നല്ലൊരു സ്ട്രോങ്ങസ്റ്റ് ടീം എന്നുള്ള രീതിയിൽ ശരത്തേട്ടന് ഫീൽ ചെയ്തത് ഏത് ടീമിനെയാണ്? എനിക്ക് തോന്നുന്നത് ഡൽഹിയും സൺറൈസേഴ്സ് ഹൈദരാബാദും ഒക്കെ. സൺറൈസേഴ്സ് ഹൈദരാബാദിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഹെൻറിച്ച് ക്ലാസിനെ പോലുള്ള ക്ലാസും ഒരുപാട് ഓൾറൗണ്ടേഴ്സിന്റെ ഒരു ധാരാളിത്തമുണ്ട്. അതാണ് അവരെ ഈ കഴിഞ്ഞ തവണ ഫൈനൽ വരെ എത്തിച്ചത്. അതുപോലെ തന്നെ ഇപ്രാവശ്യം ഡൽഹിയെ സംബന്ധിച്ച് ഡൽഹി ഇപ്രാവശ്യം പണമെറിഞ്ഞ് ആളുകളെ, താരങ്ങളെ പിക്ക് ചെയ്യുന്നതിൽ മുന്നിലായിരുന്നു. ആ ഒരു രീതിക്ക് വെച്ച് നോക്കുമ്പോൾ ഈ രണ്ട് ടീമുകളാണ് കൂടുതലായിട്ട് എന്നെ ആകർഷിച്ച, അല്ലെങ്കിൽ അവര് ഭയങ്കര ടാക്ടിക്കലി മൂവ് ചെയ്തു. മികച്ച പ്രതിഫലം വരുന്നതോടെ കുറച്ചുകൂടെ മിഡിൽ എന്താ പറയാ, ടോപ്പ് ഓർഡർ കുറച്ചുകൂടെ രസമാണല്ലോ. അഭിഷേകും ഹെൻറിച്ചും ക്ലാസനുണ്ട്, ഇഷാൻ കിഷൻ വരുന്നു, നമ്മുടെ ബൗളിങ്ങിലേക്ക് ട്രാവിസ് ഹെഡ് ഉണ്ട്. ഭയങ്കര ഒരു രസമുള്ള ഒരു ഫ്രണ്ട് നിരയാണ് ഹൈദരാബാദിനുള്ളത്. അതുപോലെ തന്നെ എനിക്ക് തോന്നിയത് മുംബൈ ഭയങ്കര രസമുള്ളൊരു നല്ല പിക്കായിരുന്നു. കാരണം മുംബൈയുടെ ബൗളിംഗ് നിര നമ്മളെപ്പോഴും ഉറ്റുനോക്കുന്ന ഒരു സാധനമാണ്. കാരണം ബേസിക്കലി ബുംറ ഒരു സംഗതി ഉള്ളത് കൊണ്ട് തന്നെ. അപ്പൊ ഇത്തവണ അവരുടെ പിക്ക് എന്ന് പറയുന്നത് ബോൾട്ട് ഉണ്ട്, അതുപോലെ തന്നെ ദീപക് ചഹാർ ഉണ്ട്, പിന്നെ ഒബിയസ്ലി ബുംറ. കഴിഞ്ഞ സീസണിലെ ഏറ്റവും നല്ല പവർ പ്ലേ ബൗളിംഗ് കാഴ്ചവെച്ച താരമാണ് ട്രെന്റ് ബോൾട്ട്. ചെന്നൈക്ക് രാജസ്ഥാനിൽ നിന്ന് അവർ റാഞ്ചി എടുത്തു. തിരിച്ചുവരവാണ് ശരിക്കും. അതെ, മുംബൈയിലേക്കുള്ള തിരിച്ചുവരവാണ് ശരിക്കും. ബോൾട്ടിന്റെ കരിയർ നോക്കി എന്ന് പറഞ്ഞാൽ രാജസ്ഥാൻ മുംബൈയിലാണ്. വീണ്ടും മുംബൈയിൽ നിന്ന് രാജസ്ഥാനിലേക്ക് വരുന്നു. രാജസ്ഥാനിൽ വിക്കറ്റുകൾ വീഴ്ത്താൻ നല്ല ശേഷിയുള്ള ഒരു ലെഫ്റ്റ് ആം പേസർ ആയതുകൊണ്ട് തന്നെ ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർക്ക് ലെഫ്റ്റ് ആം പേസർമാരെ കളിക്കാൻ കുറച്ച് ബുദ്ധിമുട്ട് കൂടുതലാണ്. അപ്പം എനിക്ക് തോന്നുന്നു രോഹിത് ശർമ്മയുടെ ഒക്കെ രണ്ട് തവണയും വിക്കറ്റ് എടുത്തത് ട്രെന്റ് ബോൾട്ടാണ്. മികച്ച റെക്കോർഡാണ്. അപ്പോൾ മുംബൈയിലേക്ക് ട്രെന്റ് ബോൾട്ട് തിരിച്ചു വരുന്നു. അപ്പം പവർ പ്ലേ സേഫ് ആണ്. ഫൈനൽ ഓവേഴ്സിലേക്ക് വരുന്ന സമയത്ത് അവിടെ ബുംറ എന്ന് പറയുന്നത് ശക്തിയുള്ളിടത്തോളം കാലം ഒരുപാട് ബാറ്റ്സ്മാൻമാർക്ക് വിളയാടാൻ സാധിക്കില്ല എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ അവരുടെ ബൗളിംഗ് ഭയങ്കര രസമാണ്. അതുപോലെ തന്നെ ഇപ്പോഴത്തെ ഒരു ഫോം വെച്ച് നോക്കുകയാണെങ്കിൽ 2024 വേൾഡ് കപ്പിലാണെങ്കിലും ഇന്ത്യക്ക് വേണ്ടി ഏറ്റവും കൂടുതൽ റൺസ് സ്കോർ ചെയ്ത രോഹിത് ശർമ്മയാണ്. അതിനുശേഷം 3 കൺസിക്യൂട്ടീവ് സെഞ്ചുറീസ് സ്കോർ ചെയ്തുകൊണ്ട് തിലക് വർമ്മ അവിടെയുണ്ട്. ഇന്ത്യൻ T20 ക്യാപ്റ്റൻ ആയിട്ടുള്ള സൂര്യ അവിടെയുണ്ട്. ഭയങ്കര രസമുള്ള ഒരു ടീമായിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. രാജസ്ഥാനെ സംബന്ധിച്ച് എന്താ അഭിപ്രായം? രാജസ്ഥാൻ കയ്യിൽ നിന്ന് പോയൊരു ലേലം വിളി ആയോ എന്നൊരു തോന്നലുണ്ടായിരുന്നു. കാരണം അവർക്ക് സഞ്ജു സാംസൺ മാത്രമേ ഉള്ളൂ.
അവരെന്തിനാ ബട്ട്ലറെ കൈവിട്ടെന്ന് മനസ്സിലാവുന്നില്ല. അത് റിലീസ് ചെയ്യുന്നു. അത് മാത്രമല്ല റീറ്റെയിൻ ചെയ്ത പ്ലേയേഴ്സ് ധ്രുവ് ജുറേലും റിയാൻ പരാഗും ഒക്കെയാണ്. നാളത്തേക്കുള്ള ഭാവി തലമുറയെ വളർത്തിയെടുക്കുക എന്ന് പറയുമ്പോഴും ഇന്നത്തെ കാര്യം സേഫ് ആക്കിയിട്ട് വേണമല്ലോ നമ്മൾ ചെയ്യേണ്ടത്. കാരണം എല്ലാ സീസണിലും ബട്ട്ലർ എന്ന് പറയുന്നത് ഒരു എക്സ് ഫാക്ടർ തന്നെയാണ് രാജസ്ഥാൻ റോയൽസിന്. പിന്നെ അവരുടെ ബൗളിംഗ് യൂണിറ്റ് അത്ര പവർഫുൾ അല്ല എന്നുള്ളൊരു ഇന്ത്യൻ പ്ലേയേഴ്സിനെയാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത് രാജസ്ഥാൻ എന്ന് തോന്നുന്നുണ്ട് ഇത്തവണ. നമുക്കിപ്പോൾ ജോഫ്ര ആർച്ചർ വീണ്ടും ഒരു തിരിച്ചുവരവ്. ഇപ്പോൾ നമ്മൾ ബോൾട്ടിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ആർച്ചറും രാജസ്ഥാൻ മുംബൈ അങ്ങനെ ആയിരുന്നു നിന്നിരുന്നത്. പക്ഷെ പരിക്ക് മൂലം കളിക്കാൻ പറ്റുന്നില്ല. പക്ഷെ ജോഫ്ര ആർച്ചർ തിരിച്ചു വരുമ്പോഴപ്പോലും ബൗളിംഗ് അത്ര മികച്ച രീതിയിലായിരിക്കില്ല. നമ്മളിപ്പോ മെയിൻ ഡെത്ത് ബൗളിങ്ങിൽ സന്ദീപ് ശർമ്മയെ പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു കൺസ്റ്റന്റ് പരിപാടി സന്ദീപിൽ നിന്ന് ശർമ്മ, മധ്വാൾ, മുംബൈയിൽ നിന്ന് വന്ന ആകാശ് മധ്വാൾ പോലെ പേസർമാരുണ്ട്. പക്ഷെ ബോൾട്ടിന്റെ ഒരു അഭാവം ഇന്ത്യൻ. പക്ഷെ സ്പിൻ യൂണിറ്റ് കുറച്ചുകൂടെ ബെറ്റർ ആയോ എന്ന് എനിക്ക് പറയാൻ പറ്റില്ലെങ്കിലും ലങ്കൻ പേസർമാരുടെ ഹസരംഗ അതിലൊരു വിരോധാഭാസം ഉണ്ട് ഹസരംഗയുടെ കാര്യത്തില്. ഹസരംഗയാണ് ഏറ്റവും കൂടുതൽ സഞ്ജു സാംസനെ വീഴ്ത്തിയിരിക്കുന്നത്. അപ്പോ ബാംഗ്ലൂരിൽ നിന്ന് രാജസ്ഥാനിലേക്ക് റാഞ്ചുന്ന സമയത്ത് സഞ്ജുവിനെ സേഫ് ആക്കാൻ വേണ്ടിയിട്ടാണ് രാജസ്ഥാൻ അത് ചെയ്യുന്നത്. മാർക്കോ ജോൺസനെ കൂടി കൊണ്ടുവരികയാണെങ്കിൽ സഞ്ജു ഇനി സേഫ് ആണെന്നുള്ളൊരു സേഫ് സോണിലാണ് സഞ്ജു. പക്ഷെ ബോൾട്ട് അപ്പുറത്തേക്ക് പോയിട്ടുണ്ട്. ബോൾട്ട് മുംബൈയിലായിരുന്ന സമയത്ത് സഞ്ജു സാംസൺ അതൊരു വെല്ലുവിളി ആയിരുന്നു ആക്ച്വലി. അപ്പോഴും ഇതുപോലത്തെ പ്രശ്നങ്ങൾ തന്നെ. പക്ഷെ രാജസ്ഥാൻ എന്ന് പറയുന്നത്, രാജസ്ഥാൻ ടീം റിലേ ചെയ്യുന്ന ഒരു താരം എന്ന് പറയുന്നത് സഞ്ജു സാംസൺ തന്നെ. ഓവർ ഡിപ്പെൻഡന്റ് ആണ്. പ്രശ്നം ഓപ്പണിംഗ് തകർന്നു കഴിഞ്ഞാൽ യശസ്വി ജയ്സ്വാളും സഞ്ജു സ്വാഭാവികമായിട്ട് ഓപ്പണിംഗിൽ വരുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ ദ്രാവിഡിന്റെ ഇനിയുള്ള ആക്ഷൻ പ്ലാൻ എന്താണെന്ന് അറിയില്ലെങ്കിലും പക്ഷെ ഈ മിഡിൽ ഓർഡറിൽ എന്ന് പറയുന്നത് താരതമ്യേന പരിചയ സമ്പത്ത് കുറവാണ്. ധ്രുവ് ജുറേലാണെങ്കിലും റിയാൻ പരാഗ് ആണെങ്കിലും അവിടെ നിന്ന് അങ്ങോട്ടുള്ള ഫിനിഷിംഗ് ഹെറ്റ്മെയർ ആണ്. ഹെറ്റ്മെയർ കഴിഞ്ഞ സീസണിൽ ഒരു ചെയ്തിട്ടില്ല സത്യം. വെസ്റ്റ് ഇൻഡീസ് ക്യാമ്പിൽ എന്തെങ്കിലും അലയിലൂല് സൃഷ്ടിക്കാൻ സാധിക്കുമെങ്കിലും അവിടുത്തെ ക്രിക്കറ്റിന്റെ പ്രശ്നങ്ങളും വലിയ തോതിൽ ബാധിക്കുന്നുണ്ടാവില്ല. പിന്നെ അവർക്ക് പിന്നെ രാജസ്ഥാൻ ഇപ്രാവശ്യത്തെ പിക്കിൽ ഏറ്റവും ശ്രദ്ധ നേടിയത് ആ ഒരു ചെറിയ പയ്യനാണ്, 13-കാരൻ. അതെ അതെ, വൈഭവ് സൂര്യവംശി എന്നുള്ളതാണ്. അതെ, അപ്പോ അവൻ സഞ്ജു പറഞ്ഞിരുന്ന ആ പയ്യനെ ഞങ്ങൾ നേരത്തെ നോട്ടം വിട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതൊക്കെയാണ്. അണ്ടർ-19 ഏഷ്യ കപ്പിലാണെങ്കിലും മികച്ച പ്രകടനമാണ് നടത്തിയെങ്കിലും നിർണായകമായ ഫൈനലിൽ നിറം മങ്ങി ഇന്ത്യ തോൽക്കുകയാണ്. പക്ഷെ 13 വയസ്സുകാരൻ എന്ന് പറയുന്നത് ഒരു കോട്ട് ചെയ്യപ്പെടുന്ന ഒരു സാധനം തന്നെയാണ്. കാരണം അവന്റെ ബാറ്റിംഗ് കാണുമ്പം എനിക്ക് യുവരാജ് സിംഗിനെയാണ് ഭയങ്കരമായിട്ട് ഓർമ്മ വരുന്നത്. അവന്റെ കവർ ഡൈവ് ആണെങ്കിലും ഭയങ്കര അറ്റാക്കിംഗ് ആണ്. ഒന്നാമത് നല്ല ഹൈറ്റ് ആണ്. 13 വയസ്സിൽ നല്ല ഹൈറ്റ് ആണ്. 13 വയസ്സുകാരൻ തന്നെ ആണോ സംശയം ഉണ്ടാവും. യുവരാജ് സിംഗിന്റെ നല്ല ഒരു സാമ്യത ഭയങ്കരമായിട്ട് ലെഫ്റ്റ് ഹാൻഡർ ആയതുകൊണ്ട് തന്നെ യുവരാജ് സിംഗിന്റെ സ്കൂൾ ഓഫ് എന്താ പറയാ അക്കാഡമിയിൽ നിന്ന് വരുന്ന പ്രൊഡക്റ്റുകളാണ് ഈ നേരത്തെ പറഞ്ഞ സൺറൈസേഴ്സിന്റെ ഓപ്പണർ ആയിട്ടുള്ള അഭിഷേക് ശർമ്മ. ആ ഒരു ശൈലി കളിക്കുന്ന താരമാണ് വൈഭവ് സൂര്യവംശി. അതെ, ആ ബാറ്റിംഗ് സ്റ്റൈലും അവന്റെ ഫുട് വർക്കും എല്ലാം നമുക്ക് യുവരാജിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു പരിപാടിയാണ്. അതെ അതെ അതെ, നിറമങ്ങാതെ ആ പ്രതിഭ എന്തായാലും നമുക്ക് മുന്നോട്ടും ഒരുപാട് സഞ്ജുവിനും ടീമിനും അത് ഉപകാരപ്പെട്ടതെന്നല്ലാതെ നമുക്ക് പ്രതീക്ഷിക്കാം തീർച്ചയായിട്ടും. IPL ടോപ്പിക് നമ്മൾ പറഞ്ഞു. പേഴ്സണൽ ഫേവറേറ്റ്സിലേക്ക് കിടക്കുമ്പോൾ ഏത് രീതിയിലുള്ള പ്രതീക്ഷകളാണ് ചേർത്തായിട്ടുള്ളത്? IPL സംബന്ധിച്ചാണോ? IPL ഞാൻ സ്ഥിരമായിട്ടൊരു രാജസ്ഥാൻ ഫാനാണ്. സഞ്ജു കളിക്കുന്നുള്ളത് തന്നെയാണ് അതിൽ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത്. പക്ഷേ ബട്ട്ലർ ആ ടീമിൽ നിന്ന് പോയത് ഭയങ്കര അതുപോലെ നിരാശ നൽകുന്ന കാര്യങ്ങളാണ്. സ്വാഭാവികമായിട്ടും മലയാളി പയ്യൻ നായകനാകുന്ന രാജസ്ഥാനെ തന്നെ സപ്പോർട്ട് ചെയ്യാനാണ് എനിക്ക് പേഴ്സണലി ആഗ്രഹം. പിന്നെ പ്രാവശ്യം RCB വിരാട് കോഹ്ലിയുടെ ടീം എല്ലാ കാലത്തും നിരാശപ്പെടുത്തുന്ന, കപ്പടിച്ചില്ലെങ്കിലും മികച്ച പ്രകടനങ്ങൾ നടത്തിയ അവസാനം ഒന്നുമല്ലാതെ തീരുകയും ചെയ്യുന്ന ഒരു പതിവ് കാഴ്ചയാണ്. അവർ കയറി വേണമെന്നൊരു ആഗ്രഹമുണ്ട്. ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത് ആക്ച്വലി ഞങ്ങൾക്ക് അടുത്തൊരു ധോണി ആരാധനായതുകൊണ്ട് തന്നെ CSK ആണ്. വർഷങ്ങളായിട്ട് CSK ഫാൻ ആയതുകൊണ്ട് തന്നെ CSKയുടെ കൂടെ നിൽക്കാനാണ് എനിക്ക് ഇത്തവണയും താല്പര്യം പേഴ്സണലി. ധോണി എത്ര സീസൺ കൂടി കളിക്കുന്ന പ്രതീക്ഷിക്കുന്നത് അതൊരു കുഴപ്പിക്കുന്ന ചോദ്യമാണ് ആക്ച്വലി. അത് എന്താ പറയാ, കഴിഞ്ഞ വർഷവും അതുപോലെ തന്നെ ആയിരുന്നു. ധോണിയുടെ അവസാന സീസൺ മാർക്കറ്റിംഗ് ആണെന്ന് തോന്നുന്നു എനിക്കത് കാണുമ്പോൾ ഫീൽ ചെയ്യുന്നത്. ധോണി ഫാൻ എന്നുള്ളൊരു സംഗതി മാറ്റി നിർത്തി എന്ന് പറഞ്ഞാൽ അത് IPL ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി ആയിട്ട് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ആക്ച്വലി.
സച്ചിൻ ടെണ്ടുൽക്കർക്ക് ശേഷം ഇത്രയും ആഘോഷിക്കപ്പെട്ട ഒരു വേറൊരു താരം ധോണി തന്നെയാണ്. അതെ അതെ. അപ്പൊ ആ ഒരു മാർക്കറ്റ് ഇപ്പോഴും സജീവമായി നിലനിർത്താൻ പുള്ളിക്ക് പറ്റുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഫിറ്റ്നസ് നിലനിർത്തുക എന്നുള്ളതാണ് ഏറ്റവും ചെയ്യുന്നുണ്ടെന്നുള്ളതാണ്. പക്ഷെ സച്ചിന് ഹേറ്റേഴ്സ് ഭയങ്കര കുറവായിരുന്നു. ധോണിക്ക് അങ്ങനെയല്ല, എത്ര ഫാൻസ് ഉണ്ടോ അത്രയും തന്നെ ഹേറ്റേഴ്സ് ഉള്ള ഒരു താരമാണ്. അതുകൊണ്ടാണ് ഈ ചോദ്യങ്ങൾ വരുന്നതെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ സ്വാഭാവികമായിട്ടും ഒരു 43 വയസ്സ് 43 ഇതിൽ കൂടുതൽ നമ്മൾ പ്രതീക്ഷിക്കാൻ പറ്റില്ല. പക്ഷെ കഴിഞ്ഞ സീസണിൽ ധോണിയുടെ ചില വെടിക്കെട്ട് ബാറ്റിംഗ് നമുക്ക് കാണാൻ പറ്റി എന്നുള്ളത് തന്നെ അതൊരു ട്രീറ്റ് എന്നുള്ള രീതിയിൽ തന്നെ വിഷ്വൽ ട്രീറ്റ് ആണ്. അതെ അതെ. നമ്മൾ ഹാർദിക്കിന്റെ ഒരു ഓവറിൽ 3 6, അവസാനത്തെ ഫിനിഷ് ആൻഡ് RCB സെമിഫൈനലിൽ RCBക്കെതിരെ ലാസ്റ്റ് ഓവറിൽ നേടിയിട്ടുള്ള ഏറ്റവും ലെങ്തി ആയിട്ടുള്ള 6, 101 മീറ്റർ 6, ഇതെല്ലാം ഉണ്ടെങ്കിൽ പോലും പല സമയത്തും പല സ്ഥലത്തും തോന്നിയിട്ടുണ്ട് ആ CSKക്ക് ധോണി ഒരു ഭാരമാണോ എന്നുള്ളൊരു സാധനം. CSK ധോണി ഇല്ലാതെ സങ്കല്പിക്കാൻ പറ്റില്ല എന്നുള്ള രീതിയിലാണ്. ധോണി ഇല്ലെങ്കിൽ അതിന്റെ ഫാൻസിന്റെ ഒരു മെജോറിറ്റി കുഴഞ്ഞു പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. തീർച്ചയായിട്ടും ധോണി തുടരട്ടെ, കാരണം അതോടൊപ്പം അവര് കപ്പുകളും തിരിച്ച് അവരുടെ ഷെൽഫിലേക്ക് തന്നെ തിരിച്ചെത്തിക്കട്ടെ എന്നുള്ളതാണ്. കാരണം നമ്മള് ധോണി എന്നൊരു ഫാക്ടർ ഉള്ളത് കൊണ്ട് മാത്രമാണ് ഏത് ഗ്രൗണ്ടിൽ കളിക്കാൻ പോകുമ്പോഴും അത് CSKയുടെ ഒരു ഹോം ഗ്രൗണ്ട് ഫീല്, അവിടെ ഒരു മഞ്ഞ കടലിരമ്പം ഒക്കെ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. ടിക്കറ്റ് വിറ്റ് പോകുന്നതിലൂടെ അതിലൊരു ഫാക്ടർ ആവുന്നുണ്ട് ആക്ച്വലി. ഇനി ധോണി അഥവാ കളി മതിയാക്കുകയാണെങ്കിലും കോച്ച് എന്നുള്ള രീതിയിലോ മെന്റർ എന്നുള്ള രീതിയിലോ ചെന്നൈയുടെ കൂടെ ഉണ്ടാവും തന്നെയാണ് വിശ്വസിക്കുന്നത്. അത് ഇപ്പോൾ ഗെയ്ക്വാദിന്റെ കീഴിലുള്ള ഒരു ടീം വരുമ്പോൾ അദ്ദേഹത്തിന് പ്രതീക്ഷയ്ക്കത്ത് വരാൻ പറ്റിയോ ഉള്ള കാര്യം സംശയമാണെങ്കിലും, പക്ഷെ പഴയ ധോണി റെയ്ന ഒരു കോംബോ, രവീന്ദ്ര ജഡേജ, അശ്വിൻ, ആ ഒരു മൈക്ക് ഹസി, ആ ഒരു ടീം, ഒരു ക്ലാസിക്കൽ ടീം, ചെന്നൈ ടീമിന്റെ ഒരു എറ വീണ്ടും തിരിച്ചു വരട്ടെ എന്നാണ് ഞാനും പ്രതീക്ഷിക്കുന്നത്, ആഗ്രഹിക്കുന്നത്. അതെ, അങ്ങനെ തന്നെ സംഭവിക്കട്ടെ, എന്തായാലും സംഭവിക്കട്ടെ.